ലൈക്കോട്ടെ വാലിബൻ്റെ 10ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. 11ാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുമ്പോൾ സിനിമ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ടുള്ള ഒരു കുതിപ്പ് കാണിക്കുന്നു. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളാണ്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം 10ാം ദിവസമാണ് ഫെബ്രുവരി 3ാം തീയതി. സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസ്, അതായത് ഹൈലൈറ്റ് ചെയ്ത് പറയാം, ട്രാക്ക്ഡ് കളക്ഷൻസ് ആണ്. 503 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 17,000-ന് മുകളിലുള്ള ആളുകൾ കാണുകയും 12% ഒക്യുപ്പൻസി വരികയും ചെയ്തു. അതായത് ഇന്നലെ സിനിമ ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ മാത്രമായിട്ട് 28 ലക്ഷത്തോളം രൂപയാണ് നേടിയിരിക്കുന്നത്. അതായത് 50 ലക്ഷം രൂപ ടച്ച് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കാവുന്ന ലെവലാണ്. 48, 55 ആ റേഞ്ചിലാണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഈവനിങ് ഷോസൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്യാവശ്യം നല്ലതല്ല, മിക്കയിടത്തും ഓറഞ്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും 10ാം ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസത്തെ കളക്ഷനും മുകളിലേക്ക് വരുന്നു. അതായത് സ്റ്റഡി ആയിട്ട് തന്നെ സിനിമ നേടുന്നത് ഏകദേശം 40-50 ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കളക്ഷൻ കാര്യങ്ങളൊന്നും അല്ല എങ്കിലും സിനിമയ്ക്ക് വന്ന റിവ്യൂ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനാണ്. അതായത് ഈ സിനിമയുടെ ഓഡിയൻസ് ഏത് റേഞ്ചിലുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് നല്ല ലെവലിലുള്ള ഓഡിയൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ പ്രമോഷൻ തന്നെയാണ് സിനിമയെ ബാധിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അണിയറ പ്രവർത്തകരിൽ നിന്ന് വന്ന, അതായത് മോഹൻലാലിൻ്റെ ഇൻട്രോയെക്കുറിച്ച്, അതേപോലെ ബാക്കിയുള്ള സിനിമകൾ മാറ്റിവെക്കുന്നത്, അതേപോലെയുള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ ഒരു സാധാരണ LJP മൂവി പോലെ വന്നിരുന്നുവെങ്കിൽ ഇതൊരു വലിയ ഹിറ്റായി മാറിയേനെ. രണ്ടാമത്തെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടിയാണ്. ഏകദേശം 100 കോടിക്ക് മുകളിലേക്ക് വരുന്ന ഈ ഒരു സിനിമ ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ വലിയ കളക്ഷൻ നേടാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. പക്ഷേ ബിസിനസ് വഴി ഈ സിനിമ അതിൻ്റെ മുകളിലേക്ക് നേടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ഇറങ്ങുന്ന എല്ലാ സിനിമകളും സൂപ്പർ താരങ്ങളുടെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കാശ് കിട്ടുന്ന സിനിമകൾ തന്നെയാണ്. 11ാം ദിവസമായ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് തുടക്കം തന്നെ കിട്ടുന്നത്. തുടക്കം കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഇന്നലത്തേക്കാളും 400% മുകളിലാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് ഷോകൾ തുടങ്ങിയെന്നല്ല, 10-23 ഷോകൾ വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 400%, അതായത് വൈകുന്നേരമൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 30 ലക്ഷം രൂപ, 35 ലക്ഷം രൂപ വരെ ഈ സിനിമ ഇന്ന് നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 35 ലക്ഷം എന്ന് ട്രാക്കേഴ്സ് പറയുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് 60 ലക്ഷം 70 ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരുമെന്നുള്ളതാണ്. ട്രാക്കേഴ്സ് മാത്രമായിട്ട് സിനിമയ്ക്ക് 10 കോടിക്ക് അടുത്തേക്ക് എത്തി. അതായത് 9,73 ലക്ഷം രൂപയാണ് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ വേൾഡ് വൈഡായി 30 കോടിയിലേക്ക് എത്താൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 12 കോടിയും GCC രാജ്യങ്ങളിൽ നിന്ന് 12 കോടിയും സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ലാൽസനാണ്.